Hello everyone, I am Dr. Manoj Johnson, lifestyle physician, John Marion Hospital, Pala. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കത് കേട്ട് കാണും, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ടും അതിൻ്റെ ഒരു എക്സലൻറ്റ് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. അതായത് ഒരു രീതിയിലും വെയിറ്റ് കുറയാത്തവരുടെ വെയിറ്റ് കുറയുന്നു, ഒരു രീതിയിലും പല പല മരുന്നുകൾ എടുത്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാത്തവരുടെ ഷുഗർ കൺട്രോൾ ആകുന്നു, മരുന്നെടുത്തിട്ടും തൈറോയിഡിലെ ഹോർമോൺ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നോർമലായിട്ടും ഈ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും മാറാതിരിക്കുന്നവർക്ക് കൺട്രോൾ വരാൻ, അതേപോലെ PCOD കുറയാൻ, ഫൈബ്രോയിഡ് കുറയാൻ, അതേപോലെ തന്നെ വെരിക്കോസ് കണ്ടീഷന് ബെറ്റർ ആവാനായിട്ട്, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനായിട്ട്, തരിപ്പ് മരവിപ്പൊക്കെ കുറയാനായിട്ട് എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു രഹസ്യമാണ് ശരിക്കും പറഞ്ഞാൽ മസിൽ എന്ന് പറയുന്ന ഈ അവയവം ഉണ്ടല്ലോ. ഇതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ മസിലിൽ നിന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഷുഗറുള്ള ഒരാൾ, അവരുടെ ഷുഗർ ചിലപ്പം മരുന്നെടുക്കുന്നതുകൊണ്ട് അത് കൺട്രോളായിരിക്കും, നോർമലായിട്ട് കൺട്രോളാണ്. പക്ഷേ ഇവർക്ക് മൂത്രത്തിൽ പതയുണ്ടാകും, കാലിന് മരവിപ്പ് തുടങ്ങും, പുകച്ചിൽ തുടങ്ങും, മുള്ളു കുത്തുന്ന പോലെ വേദനകളുണ്ടാകും, കാഴ്ച മങ്ങി വരും, ഷോൾഡർ സ്റ്റിഫ്നെസ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങും, മസിൽ പിടുത്തങ്ങൾ തുടങ്ങും, കോച്ചി പിടുത്തങ്ങൾ തുടങ്ങും, ഇതെല്ലാം ഉണ്ടാവും. അതായത് കൺട്രോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡാമേജുകൾ വരും. ഈ ഡാമേജ് കുറയാനായിട്ട് നമ്മൾ എന്തായാലും മെഡിസിൻ ഉണ്ട്, അതെടുക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ₹1 പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മസിലാണ്. മസിലിൽ നമ്മളിപ്പോൾ ഒരു ബൈസെപ്സ്, ഇതൊരു ബൈസെപ്സാണ്. ബൈസെപ്സിൽ നമുക്കിപ്പം ഇവിടെ എന്താ പറയുക ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കൈ അനക്കാതിരുന്നാൽ എന്നാന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറേജ് അവിടെ തന്നെ ഇരിക്കും, അത് മാറത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ഇതിന് നല്ലൊരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസിൽ ടയർഡാവും. അന്നേരം എന്ത് ചെയ്യും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും, ഷുഗർ കുറയും. അതേപോലെ ഓരോന്നും നമ്മുടെ കാലിന് കാഫ് മസിൽ സ്ട്രെങ്തൻ ആക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇരുന്നിടത്തു നിന്ന് തന്നെ ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ തന്നെ, അതായത് ഒന്നും ചെയ്യാൻ പറ്റും, നമുക്കൊരു കാര്യം നടക്കുന്നില്ല, അങ്ങനെ ജസ്റ്റ് ആ മൂവ്മെൻറ്റ് മതി. കാലിന് മൂവ്മെൻറ്റ് ആകുമ്പോൾ തന്നെ ഇവിടുത്തെ കാഫ് മസിലിൽ, കാലിലെ മസിലിൽ അതൊന്ന് ടയേർഡാവും. ടയേർഡായി കഴിഞ്ഞാൽ അതിന് ഗ്ലൂക്കോസ് വേണം, ഉടനെ ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും. കാരണം അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഉപയോഗിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രമേഹമുള്ള ആളുകളിൽ കൈയും കാലും ഒക്കെ ശോഷിക്കും, അവരുടെ ശരീരത്തിൽ വയറ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോഡിയിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെയും മസിൽസിനെയും കൺവേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ കഴിക്കുന്ന ഭക്ഷണം ഒരു പരിധി കൂടുതൽ എടുക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് മസിൽ ലോസ് ആകാൻ പാടില്ല. ഒരു ശരീരത്തിൽ നല്ല അളവിൽ മസിലുണ്ടോ ആ വ്യക്തിക്ക് അധികം ജീവിതശൈലി രോഗങ്ങളുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ച് നമ്മൾക്ക് എന്താ പറയുക, കൈ ഇങ്ങനെ ശോഷിച്ച കൈയാണോ, ഷോൾഡർ മസിൽസുകളൊന്നുമില്ലേ, ചെസ്റ്റിൽ മസിലില്ലേ, അല്ലാതെ വയറ് മാത്രം കുറേ ചാടി വന്നിട്ട് എന്ത് കാര്യം? കാരണം അവിടെ എന്ന് പറയുന്നത് ഫാറ്റാണ് അടിച്ചുകൂടി കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്താ പറയുക വാക്കിംഗ് ഇങ്ങനെ നല്ലൊരു എക്സസൈസായിട്ട് പറയാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത മടിയന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു കാര്യമാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ നടന്നാൽ മതിയല്ലോ. കാരണം അവിടെ അധികം മസിൽസ് ഇൻവോൾവ് അല്ല, അവിടെ കൂടുതലും ബ്ലഡ് സർക്കുലേഷനുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ സിറ്റപ്സ് എഴുന്നേൽക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് കാലിലെ മസിൽസ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ നമ്മുടെ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മളൊരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പിലേക്ക് നമ്മുടെ ഈ കാലിങ്ങനെ വെച്ച് ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ നമ്മളിപ്പം കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ അതൊരു 10 തവണ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു റൗണ്ടാണ്. അങ്ങനത്തെ ഓരോ ദിവസവും ഇതേപോലത്തെ ഓരോ റൗണ്ട് എക്സ്ട്രാ ചെയ്യുക, അത് 10 എണ്ണത്തിന് ഓരോ റൗണ്ട് എക്സ്ട്രാ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഭൂരിഭാഗ രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തൈറോയ്ഡ് കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ നീര് നിറയും, നീർക്കെട്ടുണ്ടാവും, വേദനകൾ വരും. ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് സപ്ലൈ ചെയ്യേണ്ടത് മെഗ്നീഷ്യം എന്ന് പറയുന്നൊരു പോഷകമാണ്. വിറ്റമിൻ ഡി മെഗ്നീഷ്യം കോമ്പിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മസിൽസിലെ നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ കുറയും. എന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പം, കാരണം പല ആളുകളും പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റത്തില്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ച് നടക്കുമ്പോഴത്തേനും ശരീരം വേദനയാണ്, കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൈ കഴപ്പാണ്, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ വെരിക്കോസ് കണ്ടീഷൻ ആയിക്കോട്ടെ, പ്രമേഹം ആയിക്കോട്ടെ, BP ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, തൈറോയ്ഡ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ഫാറ്റ് ലിവർ ആയിക്കോട്ടെ, രക്തക്കുഴലിലെ ബ്ലോക്കുകളായിക്കോട്ടെ, മരവിപ്പായിക്കോട്ടെ, പുകച്ചിലായിക്കോട്ടെ, ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മസിലിനെ നല്ല രീതിയിൽ പണി കൊടുത്തു കഴിഞ്ഞാൽ, മസിലിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേറൊരാൾ ആവശ്യമില്ല, നമ്മുടെ മസിൽസ് തന്നെ ധാരാളം മതി. അപ്പോൾ ഈ മസിൽസിന് സ്ട്രെങ്തനിങ് ആയിട്ട് നമുക്ക് ഫുഡിൽ എന്തൊക്കെയാണ് വേണ്ടത്? മസിൽസിന് ആവശ്യമുള്ളത് മെയിനായിട്ടും നമ്മുടെ പ്രോട്ടീൻ തന്നെയാണ്. അത് ഇറച്ചി, മീൻ, മുട്ട,
അതായത് നമ്മുടെ ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന് പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത്. എന്നാലും നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് രണ്ടാമത് നിൽക്കുന്നതാണ് ഒരു പോഷകത്തിൽ. ശരീരത്തിന് ആവശ്യമുള്ള പോഷകം ആദ്യം വരുന്നത് ഫാറ്റാണ്. നമ്മുടെ ഭൂരിഭാഗം കണ്ടീഷനിലും നമുക്ക് വേണ്ടത് ഫാറ്റാണ്. ഈ ഫാറ്റ് നല്ല അളവിൽ ബോഡിയിൽ, അതായത് ഏറ്റവും നല്ല ഫാറ്റ് എന്ന് പറയുന്നത് വെണ്ണയാണ്. അതായത് ബട്ടർ, വെണ്ണ, നെയ്യ്, അതേപോലെ തൈര്, മോര്, പിന്നെ എണ്ണ, ഈ കാര്യങ്ങളെല്ലാം ഹെൽത്തി ഫാറ്റാണ്. മുട്ടയുടെ മഞ്ഞ ഹെൽത്തി ഫാറ്റാണ്. അവക്കാഡോ ഹെൽത്തി ഫാറ്റാണ്. ഇതും സപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് ആക്കി കഴിഞ്ഞാൽ, മസിൽസിന് പണി കൊടുത്തു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ലിവർ കുറയും. ഭൂരിഭാഗം ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റ് ലിവറാണ്. ഇത് തുടങ്ങിയിട്ടാണ് ഫർദർ ഡയബറ്റീസിലേക്കും ഫർദർ തൈറോയിഡിലേക്കും യൂട്രസിലും മഴ ഓവറിലെ സിസ്റ്റം എല്ലാം പോകുന്നത്. അപ്പോൾ ഫാറ്റ് ലിവർ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ, ലിവറിൽ നിന്നുള്ള കൊഴുപ്പിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇത് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിന് സ്ട്രെങ്തനിങ് ആക്കിയാൽ മാത്രം മതി. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും മസിൽസിന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അതിനിപ്പം ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. ഇപ്പം സാധാരണ രീതിയിൽ പുരുഷന്മാർ, ഒരു 50 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുഷപ്സ് 10 പുഷപ്സ് നമ്മൾ ഒരു റൗണ്ടായിട്ട് എടുത്താൽ ഓരോ ദിവസവും 10 എണ്ണത്തിൻ്റെ ഓരോ റൗണ്ട് ആഡ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ കൈ, ചെസ്റ്റ് മസിൽസിനുള്ളതായി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞിട്ട് കാല് 45 ഡിഗ്രിയിൽ മുകളിലേക്ക് പൊക്കുന്നു, താത്തി വെക്കുന്നു, മുട്ട് മടങ്ങാതെ. ഈ ഒരു രീതിയിലുള്ള സ്പ്രിങ് ടൈപ്പ് ആക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അബ്ഡോമൻ മസിൽസും നമ്മുടെ ബാക്ക് മസിൽസിന് ധാരാളമായിട്ട് നമുക്കതിനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എഴുന്നേൽക്കുന്ന രീതിയിൽ സിറ്റപ്സ് ആണെന്നുണ്ടെങ്കിൽ കാഫ് മസിലിനും നമ്മുടെ തൈ മസിൽസിനും ഇൻവോൾവ് ആക്കാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിലുള്ള ഡംബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈസെപ്സ്, ബൈസെപ്സിനും എല്ലാമായിട്ട് മൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ സ്വന്തം അവയവത്തിനെ ഒന്ന് പണി കൊടുത്ത് അതിനെ ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരുവാണെങ്കിൽ ഭൂരിഭാഗം ജീവിതശൈലി രോഗങ്ങളെ ഈ മസിൽസ് തന്നെ പ്രിവെൻറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് മനസ്സിലായ, ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ജീവിതശൈലി രോഗങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന നമ്മുടെ ഒരേ ഒരു അവയവം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസാണ്. അതിനെ നമ്മൾ കാത്തു സൂക്ഷിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.